16-ാം നൂറ്റാണ്ടിലെ തിരുവിതാംകൂർ പഞ്ചവൻകാടിന്റെ വന്യതയിലേക്ക് ആ ഭാര്യയും ഭർത്താവും നടന്നു കയറി. പകൽ പോലും താഴേക്ക് വെളിച്ചം തട്ടാത്ത ഭീകരമായൊരു കാട്. പക്ഷേ കാടിനെ തോൽപ്പിക്കുന്ന വശ്യതയായിരുന്നു നീലി എന്ന പെൺകുട്ടി. അവൾ തൻ്റെ പ്രാണനാഥനായ നമ്പിയുടെ കൈയും പിടിച്ചുകൊണ്ട് കാട്ടിലൂടെ നടന്ന് തളർന്ന അവളുടെ താമരക്കണ്ണുകൾ വാടി, കാലുകൾ ഇടറി. പെട്ടെന്ന് നീലിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. നിമിഷങ്ങൾക്കുള്ളിൽ അവൾ ബോധരഹിതയായി വീണു. നമ്പി അവളെ താങ്ങി പിടിച്ചു നിർത്തി. എന്നിട്ട് അവളെ തന്നെ മടിയിൽ കിടത്തി. മയക്കത്തിൽ അവൾ തൻ്റെ വയറ്റിലൊരു കുഞ്ഞു ജീവൻ തുടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞു. ആ സന്തോഷ വാർത്ത പറയാനായി കണ്ണു തുറന്ന് അവൾ കണ്ടത് നമ്പി ഒരു കരിങ്കല്ലുയർത്തി തൻ്റെ തലയ്ക്ക് നേരെ ഉന്നം പിടിക്കുന്നതാണ്. അവൾ ഞെട്ടി. താൻ ജീവനേക്കാളും സ്നേഹിക്കുന്ന അതേ മനുഷ്യൻ തന്നെ കൊല്ലാനായി ശ്രമിക്കുന്നു. അവളുടെ ഹൃദയം നുറുങ്ങി. നമ്പി, എൻ്റെ വയറ്റിൽ നമ്മുടെ കുഞ്ഞുണ്ട്, അവൾ കണ്ണീരോടെ പറഞ്ഞു. പക്ഷെ അത് കേട്ട നമ്പി ക്രൂരമായി ചിരിച്ചു. എങ്കിൽ നിന്റെ കൂടെ അതിനെയും ഞാൻ സ്വർഗത്തിലേക്ക് അയക്കാം, അതും പറഞ്ഞു അവൻ ആ കല്ല് അവളുടെ തലയിലേക്കിട്ടു. മരണവേദനയിൽ പിടയുമ്പോൾ തൊട്ടടുത്ത് നിന്നിരുന്ന ഏഴിലം പാലയോട് അവൾ വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞു, നീയാണ് എൻ്റെ മരണത്തിന് സാക്ഷി. നീലിയുടെ ആ അവസാന വാക്കുകൾ പഞ്ചവൻകാട് എന്ന കള്ളിയങ്കാട് ഏറ്റുവാങ്ങി. പ്രാണന് തുല്യം സ്നേഹിച്ചവന്റെ ചതിയിൽപ്പെട്ട നീലി അന്നവിടെ എരിഞ്ഞടങ്ങി. പ്രതികാരദാഹിയായൊരു യക്ഷി അവിടെ ജനനം കൊണ്ടു. നീലി, കള്ളിയങ്കാട്ട് നീലി. അർദ്ധരാത്രി തനിക്ക് നേരെ ദംഷ്ട്രകൾ കാട്ടി പാഞ്ഞു വരുന്ന യക്ഷിയെ കണ്ട് രഘുരാമൻ ഞെട്ടി ഉണർന്നു. അവന്റെ ദേഹം മുഴുവൻ വിയർക്കുന്നുണ്ടായിരുന്നു. സ്വന്തം നെഞ്ചെടുപ്പിന്റെ ശബ്ദം അവന് കേൾക്കാം. ക്ഷീണം കാരണം ഒരു പാറയിൽ കിടക്കുകയായിരുന്നു രഘു. ചുറ്റും കൂരിരുട്ട് പുതച്ച കൊടുങ്കാട്. കുറച്ചകലെ ഒരു റാന്തലിന്റെ അരണ്ട വെളിച്ചത്തിൽ പട്ടണത്തിൽ നിന്നും വന്ന അവന്റെ 4 സുഹൃത്തുക്കൾ എന്തോ കുഴിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നേരിയ പേടിയോടെ രഘുരാമൻ അവരുടെ അടുത്തേക്ക് ചെന്നു. വേഗം കുഴിക്ക്, നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കണം, രഘുരാമൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. കുഴിക്കുന്നതിനിടയിൽ ഒരു കൂട്ടുകാരൻ രഘുരാമനെ തലയുയർത്തി നോക്കി. ഓരോരോ കെട്ടുകഥകളും വിശ്വസിച്ച് നിന്റെ കൂടെ വന്ന ഞങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ, ഇവിടെ ഇനി എന്ത് നിധി ഉണ്ടെന്നാണ് നീ പറഞ്ഞു വരുന്നത്? കൂട്ടുകാരൻ അത് പറഞ്ഞു നിർത്തിയതും രഘുരാമന്റെ മുഖം ചുവന്നു. അവൻ രൂക്ഷമായി തൻ്റെ കൂട്ടുകാരനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, കെട്ടുകഥയല്ല, നൂറ്റാണ്ടുകളായി അവൾ കാക്കുന്ന നിധി ഇവിടെ എവിടെയോ ഉണ്ട്. ഏതവൾ കാക്കുന്ന നിധി? രഘുരാമന്റെ വാക്കുകൾ കേട്ട് വേറൊരു സുഹൃത്ത് ദേഷ്യത്തോടെ ചോദിച്ചു. രഘുരാമൻ ഒന്ന് ശ്വാസമെടുത്തു. എന്നിട്ട് പറഞ്ഞു, കള്ളിയങ്കാട്ട് നീലി. ആ പേര് കേട്ടതും എല്ലാവരുടെയും നെഞ്ചിൽ ഒരു ഇടിവെട്ടി. സിരകളിൽ രക്തം നിലച്ചതുപോലെ അവർക്ക് തോന്നി. പെട്ടെന്ന് അതിലൊരുവന്റെ കയ്യിലുള്ള മൺവട്ടി തൊട്ടടുത്തുള്ള പാലമരത്തിൽ ശക്തിയായി ഇടിച്ചു. അവിടെ ഒരു ശബ്ദം മുഴങ്ങി. ആ പടുകൂറ്റം പാലമരം ഒന്ന് വിറച്ചു. മൺവെട്ടി കൊണ്ട ഭാഗത്തു നിന്നും ഒരു തുരുമ്പിച്ച ആണി പതിയെ ഇളകി താഴേക്ക് വീണു. രഘുരാമന്റെ ഭാവം മാറി. ആണി ഊരി വീണ ആ ചെറിയ തുള്ളിയിൽ നിന്ന് മഞ്ഞുപോലെ ഒരു തണുത്ത പുക പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ആ പുക പതുക്കെ ഒരു സ്ത്രീരൂപം പൂണ്ടു. സാക്ഷാൽ നീലി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ തൊണ്ടയിടറി, ശബ്ദം നിലച്ചു. ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയും മുമ്പ് കൂട്ടത്തിലെ 2 പേരെ അവൾ കടിച്ചു കീറി. ചോര തെറിച്ചു. അവരുടെ ദേഹങ്ങൾ ഇലകൾക്കിടയിലേക്ക് വീണു. പിന്നെ അവൾ രഘുരാമന്റെ നേർക്ക് തിരിഞ്ഞു. അവൾ അവനെ നോക്കി. നൂറ്റാണ്ടുകൾക്ക് ശേഷം അവനെ കണ്ടതിലുള്ള ക്രൂരമായ ആവേശം അവളുടെ മുഖത്തുണ്ടായിരുന്നു. എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഇല്ലാതാക്കിയിട്ട് ഈ കാടും നാടും വിട്ടു പോകാമെന്ന് കരുതിയോ നമ്പി നീ? നീലി രഘുരാമനെ നോക്കി അലറി. അവളെ കണ്ടതും അവൻ്റെ മുഖത്ത് ക്രൂരമായൊരു ചിരി വിരിഞ്ഞു. രഘുരാമന്റെ സ്വഭാവം മാറുന്നത് കണ്ട് സുഹൃത്തുക്കൾ അമ്പരന്നു. നമ്പിയോ? നീയോ? രഘുരാമന്റെ കൂട്ടുകാർ അറിയാതെ പറഞ്ഞുപോയി. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല നീലി. നിന്റെ സ്വത്തുക്കൾ കൈക്കലാക്കി കഴിഞ്ഞാൽ നിന്നെ ഞാൻ തളയ്ക്കും. പണ്ട് കത്തനാര് ചെയ്തതുപോലെയല്ല, എന്നേക്കുമായി. രഘുരാമന്റെ വാക്കുകൾ കേട്ട നീലി അലറി. ചതിയാ? എത്ര ജന്മം കഴിഞ്ഞാലും നിന്റെ ആർത്തിക്കൊരു കുറവും സംഭവിച്ചിട്ടില്ലല്ലേ? പുനർജനിക്കാൻ പോലും നിനക്കിനി ഈ നീലി അവസരം തരില്ല. അതും പറഞ്ഞ് നീലി അവന് നേരെ പാഞ്ഞു. കണ്ണുകൾ ഇറുക്കി അടച്ച് കയ്യിലുണ്ടായിരുന്ന ഒരു മാന്ത്രിക തകിട് രഘുരാമൻ അവൾക്ക് നേരെ ഉയർത്തി കാണിച്ചു. പാഞ്ഞെടുത്ത നീലിയെ ആരോ പെട്ടെന്ന് പിന്നിലേക്ക് വലിക്കും പോലെ അവൾക്ക് തോന്നി. ആ നിമിഷം അവൾ പിന്നോട്ട് വലിഞ്ഞു. ആ ഒരു തക്കത്തിൽ രഘുരാമൻ അടുത്ത് നിന്ന കൂട്ടുകാരനെയും വലിച്ച്
കാട്ടിലൂടെ ഓടി. മുൾച്ചെടികൾ വകഞ്ഞു മാറ്റി കിതച്ചുകൊണ്ട് അവർ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് ചാടിക്കയറി. അതിന്റെ കവാടത്തിന്റെ മുൻപിൽ രഘുരാമൻ ഒരു പൊടി വിതറി. ഒരു ദീർഘനിശ്വാസമെടുത്തു. അവൻ ആ ഗുഹയുടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി. അപ്പോൾ ആ കാട്ടിൽ നിന്നും ഒരു തീഗോളം ദൂരെയുള്ള ഗ്രാമത്തിലേക്ക് സഞ്ചരിക്കുന്നതായി രഘുരാമൻ കണ്ടു. പേടിച്ച് വിറച്ചുകൊണ്ട് അവൻ്റെ കൂട്ടുകാരൻ രഘുരാമനെ നേർക്ക് തിരിഞ്ഞു. എന്തൊക്കെയാടാ സംഭവിക്കുന്നത്? നീ ശരിക്കും ആരെയും നമ്പി? പേടിച്ച് വിറച്ചുകൊണ്ടുള്ള തൻ്റെ സുഹൃത്തിൻ്റെ ചോദ്യത്തിന് മുന്നിൽ രഘുരാമൻ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. എന്നിട്ട് പറഞ്ഞു തുടങ്ങി. നമ്പി ആരാണെന്ന് നിനക്കറിയണമല്ലേ? എങ്കിൽ കേട്ടു. നീലിയും അവളുടെ അമ്മയും ചേർന്ന് വിലമതിക്കാനാവാത്ത രത്നങ്ങൾക്കും വൈഡൂര്യത്തിനും വേണ്ടി കൊന്നു തള്ളിയ ഒരു പാവം മനുഷ്യൻ. അയാളുടെ കഥ കേൾക്കണോ നിനക്ക്? രഘുരാമൻ ചോദിച്ചു. സുഹൃത്ത് പേടിയോടെയും എന്നാൽ ആകാംക്ഷയോടും കൂടി തലയാട്ടി. അതേസമയം കാടിനപ്പുറത്തുള്ള ഗ്രാമത്തിൽ അസുഖം ബാധിച്ച് അനങ്ങാൻ വയ്യാതെ കിടക്കുകയായിരുന്ന അല്ലി എന്ന പേരുള്ള ഒരു കൊച്ചു പെൺകുട്ടി ഞെട്ടലോടെ കണ്ണു തുറന്നു. അവളുടെ കൃഷ്ണമണി അസാധാരണമാം വിധം തിളങ്ങി. അവൾ അറിയാതെ ഒരു പേര് മന്ത്രിച്ചു. നമ്പി. കല്ലിയങ്കാട് വിട്ട് നീലി അന്ന് ആദ്യമായി പുറത്തിറങ്ങി. ആ കൊച്ചു പെൺകുട്ടിയിൽ അവൾ സ്വയം തളച്ചു. അവൾ ദൂരെയുള്ള കാടിനെ നോക്കി. അവിടെ ഗുഹയുടെ ഇരുട്ടിൽ ഒരു കല്ലിൽ ചാരിയിരുന്ന് രഘുരാമൻ അവൻ്റെ കഥ പറഞ്ഞു തുടങ്ങി. നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്. ചോളരാജ്യം അതിൻ്റെ ശക്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയം. ഓരോ അയൽരാജ്യത്തേക്കും ചോള രാജാവ് ചാരന്മാരെ അയക്കുമായിരുന്നു. ആ കാലത്ത് കാവേരി പൂമ്പട്ടണത്തിൽ നമ്പി എന്ന പേരുള്ള ഒരു യുവാവ് ജീവിച്ചിരുന്നു. ഒരു ദിവസം രാജസദസ്സിൽ വെച്ച് ചോള രാജാവിൽ നിന്ന് അവന് ഒരു ആജ്ഞ ലഭിച്ചു. നീ തെക്കൻ തിരുവിതാംകൂറിലേക്കൊന്ന് പോകണം. അവിടെ ഒരു ഗ്രാമമുണ്ട്. ആ നാടിൻ്റെ രഹസ്യങ്ങൾ എനിക്കറിയണം. ഒരു സാധാരണക്കാരനെ പോലെ വേണം നീ അവിടെ ജീവിക്കാൻ. ചാരപ്പണിക്കാണ് രാജാവ് തന്നെ നിയോഗിച്ചെന്ന് നമ്പിക്ക് മനസ്സിലായി. നമ്പിക്ക് അതിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അന്യനാട്ടിൽ കള്ളപ്പേരും മുഖവുമായി ജീവിക്കുക, അതൊന്നും തൻ്റെ വഴിയല്ല എന്ന് അവന് തോന്നി. പിടിക്കപ്പെട്ടാൽ ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കും. എനിക്കിത് വയ്യ, അവൻ സ്വയം പറഞ്ഞു. പക്ഷേ രാജാവിൻ്റെ ആജ്ഞ അനുസരിക്കാതിരിക്കാൻ അവന് ധൈര്യമില്ലായിരുന്നു. അനുസരിച്ചില്ലെങ്കിൽ മരണം, പോയാലും മരണം. നമ്പി ആകെ കുഴഞ്ഞു. നമ്പിക്ക് അവിടെ ഒരു കാമുകിയുണ്ടായിരുന്നു. അവളെ വിട്ടു പോകാൻ അവന് തീരെ മനസ്സ് വന്നില്ല. ഞാനൊരു ജോലിക്ക് പോവാണ്, ദൂരെ ഒരു നാട്ടിൽ, കുറച്ച് നാളത്തേക്ക്, നമ്പി അവളോട് പറഞ്ഞു. എപ്പോൾ വരും? അവൾ ചോദിച്ചു. നമ്പി ഉത്തരം പറഞ്ഞില്ല. അവളുടെ മുഖത്ത് നോക്കാൻ പോലും അവന് കഴിഞ്ഞില്ല. അങ്ങനെ ഇഷ്ടമില്ലാത്ത ജോലിക്ക് വേണ്ടി സ്നേഹിച്ച പെണ്ണിനെയും നാടിനെയും വിട്ട് നമ്പി കാവേരി പൂമ്പട്ടണത്തിൽ നിന്നും തെക്കോട്ട് നടന്നു, തിരുവിതാംകൂറിലെ ആ ഗ്രാമത്തിലേക്ക്. ഗ്രാമത്തിലെത്തിയ നമ്പി ആരും സംശയിക്കാതിരിക്കാൻ ക്ഷേത്രത്തിലെ ഒരു പൂജാരിയുടെ വേഷം കിട്ടി. അതായിരുന്നു അയാൾ ചെയ്തിരുന്ന ഒരേ ഒരു തെറ്റ്. രാജ്യത്തിന് വേണ്ടി ഒരു വേഷം കിട്ടി, അത്രമാത്രം. രഘുരാമൻ പറഞ്ഞു നിർത്തി. ഇത്രയും കേട്ടപ്പോൾ കൂട്ടുകാരൻ ഇടയ്ക്ക് കയറി ചോദിച്ചു. അപ്പം അവനൊരു ചാരനായിരുന്നു അല്ലേ? അവനെ അങ്ങനെ ആക്കിയതാണ്. പക്ഷെ ആ പാവത്തിന് പിന്നെ എന്ത് സംഭവിച്ചെന്നറിയാമോ? രഘുരാമൻ ഒരു നിമിഷം നിർത്തി. പിന്നെയും തുടർന്നു. ആ ക്ഷേത്രത്തിൽ ഒരു ദേവദാസി ഉണ്ടായിരുന്നു, കാർവേണി. അവൾക്ക് അതിസുന്ദരിയായൊരു മകളും, നീലി. സുന്ദരനായ നമ്പിയുടെ കയ്യിലെ പണവും മുതലും ആ ദേവദാസിയുടെ കണ്ണിലുടക്കി. ഒരു രാത്രി കാർവേണി മകളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ പുതിയ പൂജാരി ഒരു മണ്ടനാണ്. അയാളെ കയ്യിലെടുത്താൽ ക്ഷേത്രത്തിലെ രത്നങ്ങളും വൈഡൂര്യങ്ങളും അടങ്ങുന്ന സ്വത്തുക്കൾ നമുക്ക് സ്വന്തമാക്കാം. നിനക്ക് അവനോട് പ്രേമമാണെന്ന് തോന്നിപ്പിക്കണം, ബാക്കി ഞാൻ നോക്കിക്കോളാം. അമ്മ പറഞ്ഞതുപോലെ തന്നെ നീലി ചെയ്തു. നമ്പിയോട് അവൾ പ്രേമം നടിച്ചു. തനിച്ചായിരുന്ന ആ മനുഷ്യൻ ആ സ്നേഹത്തിൽ വീണു. പ്രണയം കൊണ്ട് അന്ധനായി മാറിയ നമ്പി ഒടുവിൽ അമ്പലത്തിലെ കണക്കില്ലാത്ത സ്വത്തുക്കൾ നീലിക്ക് കൊണ്ടു കൊടുത്തു. എല്ലാം കൈക്കലാക്കി കഴിഞ്ഞപ്പോൾ അവർ അവനെ ഒഴിവാക്കാൻ ഒരു വഴി കണ്ടു. ഒരു ദിവസം രാവിലെ ക്ഷേത്ര പരിസരം ഉണരുന്നത് ആളുകളുടെ ബഹളം കേട്ടാണ്. അമ്പലത്തിലെ മുതൽ മുഴുവൻ കട്ടത് ഈ പൂജാരിയാ. അവൻ ഈ നാട് മുഴുവൻ വിറ്റുതുലച്ചു. അവനെ വെറുതെ വിടരുത്. നാട്ടുകാർ നമ്പിയെ വളഞ്ഞു. ഒന്നും ചെയ്യാത്ത ആ പാവം മനുഷ്യനെ അവർ തല്ലിച്ചതച്ചു. കട്ടത് താനല്ലെന്ന് എത്ര വട്ടം വിളിച്ചു പറഞ്ഞിട്ടും ആരും കേട്ടില്ല. ജീവനും കൊണ്ട് നമ്പി ആ നാട് വിട്ടോടി. കട്ടെടുത്ത ആ സ്വത്ത് മുഴുവൻ നീലിയും കാർവേണിയും കൂടെ ആരും തേടി വരില്ല എന്ന് വിചാരിച്ച് ഒരിടത്ത് കുഴിച്ചിട്ടു. ആ പാലമര ചുവട്ടിൽ. രഘുരാമൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. പക്ഷേ ആ പണം അനുഭവിക്കാൻ നീലിക്ക് വിധിയുണ്ടായില്ല. അവൾ എങ്ങനെയോ ദുർമരണപ്പെട്ടു. അന്നു മുതൽ ആ സ്വത്തിന് കാവലായി അവളൊരു ദുരാത്മാവായി ഈ കാട്ടിൽ വിഹരിക്കാൻ തുടങ്ങി. ഈ വഴി വരുന്ന ഓരോ ആണിനെയും അവൾ കൊന്നു ചോര കുടിച്ചു.
നമ്മൾ എടുക്കുന്നത് മറ്റാരുടെയും പണമല്ല, ഇത് നമ്പിയുടെ ജീവൻ്റെ വിലയാണ്, ഈ എൻ്റെ ജീവൻ്റെ വിലയാണ് രഘുരാമൻ പറഞ്ഞു. രഘുരാമൻ പറഞ്ഞ ആ കഥ കൂട്ടുകാരൻ അവിശ്വസനീയതയോടെ കേട്ടു. പക്ഷേ ആ കഥയിൽ പാതി പോലും സത്യമുണ്ടായിരുന്നില്ല എന്ന് അവൻ അറിഞ്ഞില്ല. നിന്റെ കഥ ഞാൻ തിരുത്തി എഴുതുന്നില്ല, ഇനി ഞാൻ പറയുന്നതാകും നിന്റെ ചരിത്രം. അതിൽ നീ വെറും ഒരു ആട്ടക്കാരി, ഒരു പാവത്തിനെ ചതിച്ചു കൊന്ന വഞ്ചകി, രഘുരാമൻ സ്വയം പറഞ്ഞു. അപ്പോൾ കാടിനപ്പുറമുള്ള ഗ്രാമത്തിൽ ആ കൊച്ചു പെൺകുട്ടി തൻ്റെ വീടിൻ്റെ പുറത്തേക്ക് നടക്കുകയായിരുന്നു. അവളുടെ ചുണ്ടുകൾ അതേ പേര് വീണ്ടും മന്ത്രിച്ചുകൊണ്ടിരുന്നു, നമ്പി, നമ്പി, നമ്പി. പേടിയോടെ അവളുടെ അമ്മ അവളെ പിടിച്ചു വലിച്ചു. പക്ഷേ ആ അമ്മ തളർന്നതല്ലാതെ വേറൊരു അത്ഭുതവും അവിടെ സംഭവിച്ചില്ല. ആകാശത്തെ മിന്നൽ പിണർവുകൾ നോക്കിക്കൊണ്ട് അവൾ പുറത്തു നിന്നു. അവളുടെ കണ്ണുകൾ ജ്വലിച്ചുകൊണ്ടേയിരുന്നു, നീലിയെപ്പോലെ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്പി നീലിയെ ആദ്യമായി കാണുമ്പോൾ ഇടിവെട്ടിയിരുന്നു, മഴ പെയ്തിരുന്നു. രഘുരാമൻ പറഞ്ഞ കള്ളക്കഥയുടെ യഥാർത്ഥ കഥ തുടങ്ങുന്നത് ചാരപ്രവൃത്തിക്കായി പഴയന്നൂർ ഗ്രാമത്തിലെത്തിയ നമ്പി ആദ്യമായി നീലിയെ കാണുന്ന ആ നിമിഷത്തിലാണ്. പഴയന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഒരു പുലർച്ച പൂജയുടെ ഒരുക്കങ്ങൾ നടക്കുന്നു. ചന്ദനവും കർപ്പൂരവും കത്തിയ മണം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു. അപ്പോഴാണ് ക്ഷേത്രമുറ്റത്ത് ആൽത്തറയുടെ അരികിൽ അവൾ വന്നു നിന്നത്. നീലി. ആ നാടിനെ മയക്കിയ സൗന്ദര്യമായിരുന്നു അവളുടേത്. ഇരുണ്ട് ഇടതൂർന്ന മുടി അഴിഞ്ഞ് അവളുടെ ചുമലിലേക്ക് വീണു കിടന്നു. ഉള്ളിൽ 1000 ചന്ദ്രപ്രഭ ഒളിച്ചു വെച്ച കണ്ണുകൾ. അവളൊന്ന് പുഞ്ചിരിച്ചാൽ ചുറ്റും വെളിച്ചം വീഴും. നടക്കുമ്പോൾ കാൽത്തളയുടെ നേർത്തൊരു കിലുക്കം മാത്രം. ഉടലഴകു കൊണ്ട് ഉലകത്തെ ഉന്മാദത്തിലാഴ്ത്തിയവൾ. നീലി ഒരു നർത്തകിയായിരുന്നു. ശ്രീകോവിലിൻ്റെ വാതിലടച്ച് പുറത്തിറങ്ങിയ നമ്പി അവളെ കണ്ട മാത്രയിൽ സ്തബ്ധനായി നിന്നു. ദേവന്റെ മുന്നിൽ കൈകൂപ്പിയ അയാളുടെ കണ്ണുകളിൽ അപ്പോൾ കത്തിയത് മോഹത്തിൻ്റെ തീയായിരുന്നു. എങ്ങനെയെങ്കിലും ഈ പെണ്ണിനെ കൈക്കലാക്കണമെന്ന വാശി അയാളുടെ ഉള്ളിൽ മുളച്ചു. ആ വാശിക്ക് ആഴം കൂടിയത് അന്ന് വൈകുന്നേരമാണ്. ആ പെൺകുട്ടി ക്ഷേത്രത്തിലെ ദേവദാസി കാർവേണിയുടെ മകളാണെന്ന് അയാൾ അറിഞ്ഞു. ഈശ്വരന് ജീവിതം സമർപ്പിച്ച് നാട്ടുകാർ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു സ്ത്രീ. തലമുറകളായി ആ കുടുംബം കാത്തു സൂക്ഷിച്ചിരുന്ന കണക്കില്ലാത്ത രത്നങ്ങളും വൈഡൂര്യങ്ങളും പണവും ആ വീട്ടിലുണ്ട്. അതുകൂടെ അറിഞ്ഞതോടെ നമ്പിയുടെ ഉള്ളിലെ പദ്ധതികൾ മാറി. നീലിയുടെ സൗന്ദര്യവും ആ കുടുംബത്തിൻ്റെ സ്വത്തും, ഇതും രണ്ടും ഒരുമിച്ച് കയ്യിലൊതുക്കാൻ ചാരപ്പണിയും രാജാവിനെയും എല്ലാം ഉപേക്ഷിച്ച് ദൂരെ എവിടെയെങ്കിലും പോയി വലിയൊരു പ്രമാണിയായി ജീവിക്കാം. ചാരപ്പണി അയാൾക്ക് അപ്പോൾ വെറുമൊരു മറ മാത്രമായി മാറിയിരുന്നു. പിറ്റേന്ന് മുതൽ നമ്പി തൻ്റെ കരുക്കൾ നീക്കി തുടങ്ങി. ഒരു നല്ല പൂജാരിയുടെ വേഷം അയാൾ ഭംഗിയായി അണിഞ്ഞു. നെറ്റിയിൽ ഭസ്മം, ചുണ്ടിൽ പുഞ്ചിരി, വാക്കിൽ വിനയം. ക്ഷേത്രത്തിൽ വരുന്നവരുടെ എല്ലാം മനസ്സിൽ അയാൾ കയറിക്കൂടി. പ്രസാദം കൊടുക്കുമ്പോൾ നീലിയെ അയാൾ ഒരു പ്രത്യേക സ്നേഹത്തോടെ നോക്കും. അവളുടെ അമ്മയോട് ഒരു മകനെ പോലെ പെരുമാറും. അവരുടെ ഓരോ ചെറിയ ആവശ്യവും കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കും. നീലിയോട് അയാൾ പഴയ കഥകൾ പറയും. അവളുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട് അവളെ പുകഴ്ത്തും. ഇത്ര ബഹുമാനത്തോടെ ഒരു പുരുഷൻ തന്നോട് പെരുമാറുന്നത് നീലിക്ക് പുതിയൊരു അനുഭവമായിരുന്നു. അവളെ ഒരു മനുഷ്യനായി കണ്ട ആദ്യത്തെ ആൾ. പതിയെ പതിയെ അവളുടെ മനസ്സ് അയാളിലേക്ക് ചാഞ്ഞു. താനൊരു വലയിലേക്ക് നടന്നു കയറുകയാണെന്ന് അവൾ അറിഞ്ഞതേയില്ല. ഇതിനിടയിൽ കാർവേണിയുടെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങിയിരുന്നു. തൻ്റെ കാലശേഷം മകൾക്ക് ആരുണ്ടാകുമെന്നൊരു ചിന്ത ആ അമ്മയെ അലട്ടി. നമ്പി കാത്തിരുന്നത് ആ ദുർബല നിമിഷത്തിന് വേണ്ടിയായിരുന്നു. ഒരു ദിവസം അയാൾ അവരുടെ അടുത്ത് ചെന്നിരുന്നു. കൈകൾ പിടിച്ചു പറഞ്ഞു, അമ്മേ, ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. നീലിയെ നോക്കാൻ ഞാനില്ലേ? ഈ ക്ഷേത്രത്തിൻ്റെ 4 അതിരിനുള്ളിൽ ഭഗവാനെ സാക്ഷിയാക്കി ഞാൻ അവളെ വിവാഹം കഴിച്ചുകൊള്ളാം. മരണക്കിടക്കയിൽ കിടന്ന ആ അമ്മയ്ക്ക് അതിലും വലിയൊരു ആശ്വാസം വേറെ ഉണ്ടായിരുന്നില്ല. നീലിക്കും അയാളോട് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു നല്ല ദിവസം നോക്കി ആ വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞ അധിക നാൾ കഴിയും മുമ്പ് തന്നെ കാർവേണിയുടെ രോഗം മൂർച്ഛിച്ചു. ഒരു രാത്രി ആ അമ്മ കണ്ണടച്ചു. അതോടെ ആ വീടിൻ്റെയും ആ സ്വത്തിൻ്റെയും മുഴുവൻ നിയന്ത്രണവും നമ്പിയുടെ കയ്യിലായി. നീലിക്കിനി ഈ ലോകത്ത് അയാൾ മാത്രമായി. കാര്യങ്ങൾ തൻ്റെ വരുതിയിലായതോടുകൂടെ നമ്പിയുടെ ഉള്ളിലെ അത്യാഗ്രഹി പുറത്തു വരാൻ തുടങ്ങി. അയാൾ നീലിയെ ശ്രദ്ധിക്കാനോ സ്നേഹം നടിക്കാനോ പോലും സമയം ചിലവാക്കിയില്ല. പാവം നീലി. അമ്മയുടെ വേർപാടിന് മേലെ പ്രിയതമൻ്റെ അവഗണന കൂടി ആയപ്പോൾ അവൾ ആകെ തളർന്നു. പക്ഷെ നമ്പിയുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമായിരുന്നു. കണക്കില്ലാത്ത ഈ സമ്പാദ്യങ്ങളുമായി ഈ നാട് വിട്ട് ദൂരെ എവിടെയെങ്കിലും പോയി ഒരു പ്രമാണിയായി ജീവിക്കണം. അയാൾ കണക്ക് കൂട്ടി. പക്ഷേ അതിനൊരു തടസ്സമുണ്ടായിരുന്നു. നീലി. അവളുടെ പേരും മുഖവും എല്ലാവർക്കും അറിയാം. അവളെയും കൊണ്ട് നാട് വിട്ടാൽ എവിടെ ചെന്നാലും ആളുകൾ തിരിച്ചറിയും. അതുകൊണ്ട് തൻ്റെ വഴിയിലെ അവസാനത്തെ മുള്ള് നീലി തന്നെയാണെന്ന് അയാൾ ഉറപ്പിച്ചു. അവളെ ഇല്ലാതാക്കണം. ഈ നാട്ടിൽ വച്ചല്ല, ആരും അറിയാത്ത, ആരും സഹായത്തിന് വരാത്ത ദൂരെ ഒരിടത്ത് വെച്ച്.
അതിനുവേണ്ടി അയാൾ ഒരു പദ്ധതി തയ്യാറാക്കി. ഒരു രാത്രി സ്നേഹം നടിച്ച് അയാൾ നീലിയുടെ അടുത്ത് വന്നിരുന്നു. നീലി, കല്യാണം കഴിഞ്ഞിട്ട് കുറേ നാളായില്ലേ? എൻ്റെ നാട്ടിലൊന്ന് പോയി വരാം. എൻ്റെ ആൾക്കാരെയൊക്കെ നിനക്ക് പരിചയപ്പെടുത്തണം. അവരൊക്കെ നിന്നെ കാണാൻ കാത്തിരിക്കുകയാണ്. മാസങ്ങൾക്ക് ശേഷം ഭർത്താവ് ഇത്ര സ്നേഹത്തോടെ സംസാരിച്ചപ്പോൾ നീലി അതിൽ മതിമറന്നു. തനിക്കും ഒരു കുടുംബം ഉണ്ടാകാൻ പോകുന്നു എന്ന സന്തോഷത്തിൽ തൻ്റെ എല്ലാ ആഭരണങ്ങളും സ്വത്തുക്കളും എടുത്ത് അവൾ അയാൾക്കൊപ്പം ഇറങ്ങി. ഒരു പുതിയ ജീവിതത്തിലേക്കാണ് താൻ പോകുന്നതെന്ന് അവൾ വിശ്വസിച്ചു. പഴയന്നൂരിലെ തൻ്റെ ഓർമ്മകളെ അവിടെ തനിച്ചാക്കി ആ പെൺകുട്ടി നടന്നു. വരണ്ട കുന്നുകളും പാറകളും താണ്ടി ഒടുവിൽ അവർ ഒരു കൊടുങ്കാട്ടിലെത്തി. പകൽ പോലും വെളിച്ചം താഴെ എത്താത്തൊരു കാട്. കാറ്റ് വീശുമ്പോൾ കള്ളിപ്പാലയുടെ ഉണങ്ങിയ ഓലകൾ ഉരസുന്ന ശബ്ദം മാത്രം കേൾക്കാം. ആ കാട് കണ്ടപ്പോൾ നീലിയുടെ ഉള്ളിൽ ഭയം തോന്നി. നമ്മൾ എവിടേക്കാണ് പോണത്? ഇവിടെ എങ്ങും ആരെയും കാണുന്നില്ലല്ലോ, എനിക്ക് പേടിയാവുന്നു, അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. നമ്പി ഒന്നും മിണ്ടിയില്ല. അയാളുടെ കണ്ണുകൾ ചുറ്റും പരതുകയായിരുന്നു. ആരും കാണാത്ത തൻ്റെ ജോലി എളുപ്പം സാധിക്കാനാവുന്ന ഒരിടം തേടി അയാൾ നടന്നു. പക്ഷെ നീണ്ട യാത്രയുടെ ക്ഷീണം കൊണ്ട് നീലിക്ക് പെട്ടെന്ന് തല കറങ്ങുന്നത് പോലെ തോന്നി. അവൾ ബോധരഹിതയായി വീണു. നമ്പി ഓടിച്ചെന്ന് അവളെ താങ്ങി. കുറച്ച് കഴിഞ്ഞ് കണ്ണുകൾ തുറന്നപ്പോൾ നീലിയുടെ മുഖത്ത് വല്ലാത്തൊരു തിളക്കം. നമ്പി, നമ്മൾക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. ആ വാക്കുകൾ കാടിൻ്റെ മൗനത്തിന് മീതെ ഒരു സംഗീതമായി പതിച്ചു. നീലി സന്തോഷം കൊണ്ട് മതിമറന്നു. അവൾ കൊതിച്ച സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അയാളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. നമ്പിയുടെ ഉള്ളിൽ അപ്പോൾ ഒരു കടലിരമ്പി മറിയുകയായിരുന്നു. പുറമേ അയാൾ പുഞ്ചിരിച്ചു എന്ന് വരുത്തി അവളെ ചേർത്ത് പിടിച്ചു. നീ ഒരുപാട് ക്ഷീണിച്ചു, വാ, കുറച്ചു നേരം എൻ്റെ മടിയിൽ കിടന്ന് മയങ്ങി, അയാൾ സ്നേഹം നടിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെ നീലി അയാളുടെ മടിയിൽ തലവെച്ച് കിടന്നു. ആ കാടിൻ്റെ തണുപ്പിലും ഭർത്താവിൻ്റെ മടിയിലെ സുരക്ഷിതത്വത്തിലും തൻ്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനെ ഓർത്ത് അവൾ കിടന്നു. അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു. മയക്കത്തിലേക്ക് വീണ അവൾ ഒരു സ്വപ്നം കണ്ടു. വെയിൽ വീണൊരു മുറ്റം. ആ മുറ്റത്ത് ഒരു കുഞ്ഞ് ഓടി നടക്കുന്നു. അവളുടെ കുഞ്ഞ് അമ്മേ എന്ന് വിളിച്ച് അത് അവളുടെ അടുത്തേക്ക് ഓടി വരുന്നു. അവൾ അതിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർക്കുന്നു. അല്പമകലെ നമ്പി അവരെ നോക്കി പുഞ്ചിരിക്കുന്നു. ഒരു വീട്, ഒരു കുടുംബം. അവൾ എന്നും കൊതിച്ച ആ ചെറിയ സന്തോഷം. ആ സ്വപ്നത്തിൻ്റെ സുഖത്തിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന നീലിയുടെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. അതേ നിമിഷം മടിയിൽ കിടക്കുന്ന അവളെ പതിയെ താഴെക്കിടത്തി നമ്പി എഴുന്നേറ്റു. അയാളുടെ കണ്ണുകൾ മഞ്ഞുപോലെ തണുത്തിരുന്നു. അയാൾ നിലത്തു കിടന്നിരുന്ന ഒരു വലിയ കല്ലെടുത്ത് ആ കല്ല് പതിയെ ഉറങ്ങിക്കിടന്നിരുന്ന നീലിയുടെ തലയ്ക്ക് നേരെ ഉയർത്തി. ഒരു നിമിഷം അയാൾ അനങ്ങാതെ നിന്നു. അവളുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞ്, തൻ്റെ സ്വന്തം ചോര, ആ ഒരു ചിന്ത ഒരു മിന്നൽ പോലെ അയാളുടെ മനസ്സിലൂടെ കടന്നുപോയി. ഉയർത്തിയ അയാളുടെ കൈ വായുവിൽ ഒന്ന് വിറച്ചു. പക്ഷെ ആ വിറയിൽ അധിക നേരം നീണ്ടില്ല. കണക്കില്ലാത്ത സ്വർണം, രത്നങ്ങൾ, പണം, ഒരു പ്രമാണിയായുള്ള ജീവിതം. ഞാൻ ആഗ്രഹിച്ചത് നേടിയെടുക്കുവാൻ വഴിയിൽ തടസ്സമാവുന്നത് എന്തിനേയും വിട്ടുവീഴ്ത്താം. അയാളുടെ ദുരാഗ്രഹത്തിന് മുൻപിൽ ആ കുഞ്ഞിൻ്റെ ഓർമ്മ കത്തിച്ചാമ്പല. ഭാവി സ്വപ്നം കണ്ട് പുഞ്ചിരിച്ച് കിടക്കുന്ന നീലിയുടെ തലയിലേക്ക് സർവശക്തിയും എടുത്ത് അയാൾ ആ കല്ല് ആഞ്ഞടിച്ചു. ഒറ്റയടി ആ കാടിൻ്റെ മൗനത്തെ കീറിമുറിച്ച് ഒരു നേർത്ത ഞരക്കം ഉയർന്നു. നീലിയുടെ ചോര ആ കല്ലിൽ പടർന്നൊഴുകി. മരണവേദനയിൽ പിടയുന്ന നീലി പാതി തുറന്ന കണ്ണുകളോടെ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന മനുഷ്യനെ നോക്കി. താൻ ജീവന് തുല്യം സ്നേഹിച്ചവൻ, തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ. അവളുടെ കണ്ണിൽ നിന്ന് അവസാനത്തെ കണ്ണീര് വാർന്നു വീണു. ഒരു മനുഷ്യൻ പോലും സാക്ഷിയില്ലാത്ത ആ കാട്ടിൽ ആ ചെടിയോട് അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, നീയാണ് എൻ്റെ മരണത്തിൻ്റെ സാക്ഷി. ആ വാക്കുകൾ പറഞ്ഞു തീർന്നതും നീലിയുടെ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. അവളുടെ ദേഹത്ത് നിന്നും അവസാനത്തെ ജീവനും വാർന്നുപോയി. അവളുടെ ദേഹത്തെ സ്വർണം മുഴുവനും ഊരിയെടുത്ത് ആ ശരീരം അവിടെ ഉപേക്ഷിച്ച് നമ്പി കാട്ടിൽ നിന്ന് പോയി. കാട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന വഴിക്ക് നമ്പിക്കൊരു തോന്നലുണ്ടായി. പെട്ടെന്ന് നാട്ടിൽ തിരിച്ചെത്തിയാൽ രാജാവിന് സംശയം തോന്നും. ചാരപ്പണിക്ക് പോയവൻ ഒരു പ്രമാണിയുടെ മുതലുമായി മടങ്ങി വന്നാൽ ആരും വെറുതെ വിടില്ല. അതുകൊണ്ട് തൽക്കാലം ഈ സ്വത്ത് ഇവിടെ തന്നെ സൂക്ഷിക്കാം, പിന്നീട് കുറേശ്ശെ വന്നു കൊണ്ടുപോകാം. അയാൾ ആ പദ്ധതി മനസ്സിലുറപ്പിച്ചു. നീലിയുടെ ദേഹത്ത് നിന്ന് ഊരിയെടുത്ത സ്വർണവും അവൾ കൊണ്ടുവന്ന ബാക്കി മുതലും ആ കള്ളിപ്പാല മരത്തിൻ്റെ ചുവട്ടിൽ ആഴത്തിൽ കുഴിച്ചിട്ട് മണ്ണിട്ട് മൂടി. ഒരു തുള്ളി കുറ്റബോധം പോലും ഇല്ലാതെ നമ്പി ചോളരാജ്യത്തിലേക്ക് മടങ്ങിപ്പോയി. പക്ഷെ അയാൾ പോയതോടെ ആ കാട്ടിൽ കാര്യങ്ങൾ മാറി തുടങ്ങുകയായിരുന്നു. ചതിയിൽ ഒതുങ്ങേണ്ടതായിരുന്നു നീലിയുടെ കഥ. പക്ഷെ ചോര വാർന്ന ആ ദേഹം വിട്ട് അവളുടെ ആത്മാവ് എഴുന്നേറ്റു. അവളൊരു ദുരാത്മാവായി മാറി. കണ്ണിൽ ചോരയുടെ നിറം, ചുണ്ടിന് പിൻപിൽ രക്തത്തിനായി കൊതിക്കുന്ന കൂർത്ത പല്ലുകൾ.
ഒരു കാലത്ത് കാൽത്തല കിലുങ്ങിയിരുന്ന കാലുകൾ ഇന്ന് നിലം തൊടാതെ നിന്നു. പക്ഷെ ആ കാട് വിട്ട് പുറത്തു പോകുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. കാരണം അവളുടെ ഉള്ളിൽ പിറക്കാതെ പോയ ആ കുഞ്ഞിൻ്റെ ആത്മാവ് ഈ മണ്ണിലാണ് ഉറങ്ങിക്കിടക്കുന്നത്. ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ വിട്ടു പോകാൻ കഴിയുന്നു. അങ്ങനെ ആ കാട് അവളുടെ രാജ്യമാണ്, ആ കള്ളിപ്പാല അവളുടെ സിംഹാസനവും. സന്ധ്യ കഴിഞ്ഞ് ആ വഴി വരുന്ന ഓരോ ആണിനെയും അവൾ വേട്ടയാടാൻ തുടങ്ങി. ഒരു രാത്രി കള്ളിയങ്കാടിൻ്റെ പരിസരം ഒരു പുരുഷൻ ആ വഴിയിലൂടെ വേഗം നടക്കുകയാണ്. നേരം ഒരുപാട് വൈകി. അപ്പുറത്തെ ഗ്രാമത്തെത്തണമെങ്കിൽ ഈ കാട് കടന്നേ പറ്റൂ. ഇരുട്ടായാൽ ഈ വഴി പോകരുത് എന്ന നാട്ടുകാരുടെ വാക്ക് അവൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ വേറെ വഴിയില്ല. കയ്യിലെ ചൂട്ടിൻ്റെ വെട്ടത്തിനപ്പുറം കൂരിരുട്ട് മാത്രം. കാറ്റ് വീശുമ്പോൾ കള്ളിപ്പാലയുടെ ഉണങ്ങിയ ഓലകൾ ഉരസുന്ന ശബ്ദം അവൻ്റെ നെഞ്ചെടുപ്പ് കൂട്ടി. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ. അവൻ നിന്നു. ഈ കൊടുങ്കാട്ടിൽ, ഈ പാതിരാത്രി ഒരു കുഞ്ഞ്. അവൻ ചൂട്ടുയർത്തി ചുറ്റും നോക്കി. കുറച്ചപ്പുറത്ത് ഒരു പാലമരത്തിൻ്റെ ചുവട്ടിൽ ഒരു സ്ത്രീ നിൽക്കുന്നു, കയ്യിലൊരു കുഞ്ഞ്. ആരാ അത്? ഈ രാത്രിയിൽ എന്താ ഇവിടെ തനിച്ച്? അയാൾ ചോദിച്ചു. ആ സ്ത്രീ പതിയെ മുഖമുയർത്തി. ചൂട്ടിൻ്റെ അരണ്ട വെളിച്ചത്തിൽ ആ മുഖം തെളിഞ്ഞു. അതിസുന്ദരിയായൊരു യുവതി. അവളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. എൻ്റെ കുഞ്ഞ് വിശന്ന് കരയുന്നു, ഒന്ന് സഹായിക്കാമോ? അവൾ പറഞ്ഞു. ആ കുഞ്ഞിനെ കണ്ട്, ആ പെണ്ണിൻ്റെ സൗന്ദര്യം കണ്ട് അയാളുടെ ഉള്ളിലെ പേടി മാങ്ങി. ഇത്രയും ഭംഗിയുള്ള ഒരു പെണ്ണും അവളുടെ കുഞ്ഞും ഈ കാട്ടിൽ ഒറ്റയ്ക്ക്, അവളെ സഹായിക്കാതെ എങ്ങനെ പോകും? അയാൾ ചിന്തിച്ചു. പേടിക്കേണ്ട, ഞാനൊപ്പമുണ്ട്, വാ. അയാൾ അവളുടെ അടുത്തേക്ക് നടന്നു. അവൾ മുന്നിൽ നടന്നു, അയാൾ പിന്നാലെ. ഇവിടെ അടുത്തൊരിടമുണ്ട്, അങ്ങോട്ട് പോകാം, അവൾ പറഞ്ഞു. ആ നടത്തം ചെന്നവസാനിച്ചത് ഒരു വലിയ കള്ളിപ്പാല മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു. അവിടെ എത്തിയതും അവൾ നിന്നു. എന്നിട്ട് അവൻ്റെ നേർക്ക് തിരിഞ്ഞു. അവളുടെ കണ്ണുകൾ ചോരച്ചുവപ്പായി മാറി. കൂർത്ത പല്ലുകൾ പുറത്തേക്ക് വന്നു. അത് കണ്ടതും ഭയം കൊണ്ട് അയാളുടെ തൊണ്ട വറ്റി. ഒരു ശബ്ദം പോലും പുറത്തു വന്നില്ല. ആ ഇരുട്ടിൽ ഒരു നിമിഷം കൊണ്ട് അവൾ അയാളെയും കടിച്ചെടുത്ത് പാലയുടെ മുകളിലേക്ക് കയറി. പിറ്റേന്ന് പുലർച്ചെ ആ പാലമര ചുവട്ടിൽ ഏതാനും എല്ലുകളും പല്ലും മാത്രം ബാക്കിയായി. അങ്ങനെ കള്ളിയങ്കാട്ടെന്ന പേര് കേട്ടാൽ ആ നാട്ടിലെ ആണുങ്ങൾ ഭയക്കുന്നൊരു കാലം വന്നു. ആ വഴിയിലൂടെ ആരും നടക്കാതെയായി. ആ കാട് അവർക്കൊരു പേടി സ്വപ്നമായി മാറി. പക്ഷേ ഈ കാര്യങ്ങളൊന്നും അറിയാതെ നമ്പി കാവേരിപ്പൂം പട്ടണത്ത് താമസിക്കുകയായിരുന്നു. താൻ കുഴിച്ചിട്ട നിധി അയാളുടെ ഉറക്കം കെടുത്തിക്കൊണ്ടേയിരുന്നു. മാസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം അയാളുടെ വീട്ടിലേക്ക് ഒരു സന്യാസി എത്തി. എന്താ ഒരു സങ്കടം മനസ്സിന്? എന്തോ ഒരു സങ്കടം മനസ്സിനെ അലട്ടുന്നുണ്ടല്ലോ. അന്യനാട്ടിലെ തൻ്റെ സമ്പത്ത് കൈവിട്ടു പോകുമോ എന്നുള്ള ഭയമുണ്ടല്ലേ? സന്യാസിയുടെ ചോദ്യം നമ്പിയെ ഞെട്ടിച്ചു. നിങ്ങൾക്കെങ്ങനെ ഇതൊക്കെ അറിയാം? നമ്പി ചോദിച്ചു. സന്യാസി ചിരിച്ചു. എല്ലാം അറിയുന്നത് കൊണ്ടാണല്ലോ ആളുകൾ എന്നെ ബഹുമാനിക്കുന്നത്. വരുന്ന പൗർണമി നല്ല ദിവസമാണ്. ചന്ദ്രൻ പൂർണ്ണപ്രസാദിയായി നിൽക്കുന്ന സമയം. അന്ന് പഞ്ചവങ്കാട്ടിലേക്ക് പോവുക. കൂട്ടിന് ഞാനും ഉണ്ടാകും. കുഴിച്ചിട്ട് ആ സ്വത്തിൻ്റെ ഭാഗം എടുക്കാൻ വേണ്ടി ഒരു രാത്രി അയാൾ വീണ്ടും കാട്ടിലേക്ക് കയറി. കൂടെ ആ സന്യാസിയും ഉണ്ടായിരുന്നു. താൻ കുഴിച്ചിട്ട് ആ പാലമരം അയാൾ ഓർത്തെടുത്തു. കയ്യിലെ പന്തത്തിൻ്റെ വെട്ടത്തിൽ മുൾച്ചെടികൾ വകഞ്ഞു മാറ്റി അയാൾ കാടിൻ്റെ ഉള്ളിലേക്ക് നടന്നു. ആ കാടിനപ്പോൾ ഒരു പ്രത്യേക നിശബ്ദതയുണ്ടായിരുന്നു. പാലപ്പൂവിൻ്റെ സുഗന്ധം ചുറ്റും ഒഴുകി നടന്നു. അത് മനസ്സിനെ മത്തു പിടിപ്പിക്കും പോലെ നമ്പിക്ക് തോന്നി. ഓരോ ചുവട് വയ്ക്കുമ്പോഴും ആരോ തന്നെ പിന്തുടരുന്നത് പോലെ അയാൾക്ക് തോന്നിത്തുടങ്ങി. നമ്പി തിരിഞ്ഞു നോക്കി. ആരുമില്ല. തൻ്റെ കൂടെ വന്ന സന്യാസിയും കാണാനില്ല. നിങ്ങൾ എവിടെയാണ്? എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല, നമ്പി ഉറക്കെ പറഞ്ഞു. നടന്നോളൂ, ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് എന്നുത്തരം ലഭിച്ചു. നമ്പി വീണ്ടും നടന്നു. ഒടുവിൽ അയാൾ ആ പാലമരത്തിൻ്റെ അടുത്തെത്തി. അപ്പോഴാണ് അയാൾ ആ ശബ്ദം കേട്ടത്. ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ. ആ കൊടുങ്കാട്ടിൽ പാതിരാത്രിയിൽ ഒരു കുഞ്ഞ്. അയാൾ ഞെട്ടിത്തിരിഞ്ഞു. ആ പാലമരത്തിൻ്റെ ചൂട്ടിൽ ഒരു സ്ത്രീ നിൽക്കുന്നു, കയ്യിലൊരു കുഞ്ഞു. ആരാ അത്? അയാൾ ചോദിച്ചു. അയാളുടെ ശബ്ദം വിറച്ചു. ആ സ്ത്രീ പതിയെ മുഖമുയർത്തി. നമ്പിയുടെ കയ്യിലെ പന്തം താഴെ വീണു. ആ മുഖം, താൻ ഇതേ കാട്ടിൽ ഇതേ മരച്ചോട്ടിൽ കല്ലുകൊണ്ട് അടിച്ചു കൊന്ന അതേ മുഖം. നീലി, അയാൾ പേടിയോടെ പറഞ്ഞു. അവൾ ചിരിച്ചു. ആ ചിരി കാട് മുഴുവൻ പ്രതിധ്വനിച്ചു. അപ്പോൾ നീ എന്നെ ഓർക്കുന്നുണ്ടല്ലേ നമ്പി? നല്ലത്. അവളുടെ ശബ്ദം നമ്പിയെ നടുക്കി. പക്ഷേ ഇവനെ നീ ഓർക്കുന്നുണ്ടോ? അവൾ കയ്യിലെ ആ കുഞ്ഞിനെ അയാൾക്ക് നേരെ നീട്ടി. ഇവനെ നീ കണ്ടിട്ടില്ലല്ലോ? നിന്റെ മകനാണ്. ജനിക്കാൻ പോലും നീ അനുവദിക്കാതിരുന്ന
നിന്റെ സ്വന്തം കുഞ്ഞ്. ആ വാക്കുകൾ കേട്ട് നമ്പി ഞെട്ടി. ആ കുഞ്ഞിൻ്റെ മുഖത്ത് അയാൾ നോക്കി. ആ കാഴ്ച കണ്ട് അയാളുടെ ഉള്ളു മരവിച്ചു. അയാൾ തിരിഞ്ഞോടാൻ ശ്രമിച്ചു. പക്ഷെ ആ നിമിഷം നീലിയുടെ രൂപം മാറി. ആ സൗന്ദര്യം ഒരുങ്ങി ഇല്ലാതെയായി. കയ്യിലെ കുഞ്ഞ് ഒരു പുക പോലെ വായുവിൽ അലിഞ്ഞു. അവളുടെ മുടിയഴിഞ്ഞ് കാറ്റത്ത് പാറി. കണ്ണുകൾ കനലുകൾ പോലെ ജ്വലിച്ചു. കൂർത്ത നഖങ്ങൾ വളർന്നു. ആ കാട്ടിലെ മരങ്ങൾ വരെ വിറച്ചു. ഓടിയിട്ട് കാര്യമില്ല നമ്പി, അവൾ അലറി. നീ എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ജീവനെടുത്ത് ഇതേ മണ്ണിലായിരിക്കും നിന്റെയും അവസാനം. നമ്പി ഒരു കാൽച്ചുവട് പോലും വയ്ക്കുന്നതിന് മുമ്പ് കാറ്റിലൊഴുകി അവൾ അയാളുടെ മുന്നിലെത്തി. കഴുത്തിന് പിടിച്ചു. ആ സ്വത്തുക്കൾ മുഴുവൻ എടുത്തു. എന്നെ വിട്, ദയവ് ചെയ്ത് എന്നെ കൊല്ലരുത്. അയാൾ ജീവന് വേണ്ടി കരഞ്ഞു. ഒരു നിമിഷം അവൾ അയാളുടെ കണ്ണിലേക്ക് നോക്കി. അതേ വാക്കുകൾ. അന്ന് തൻ്റെ തലയ്ക്ക് നേരെ ആ കല്ലുയരും മുമ്പ് തനിക്ക് പറയാൻ പോലും കഴിയാതെ പോയ അതേ വാക്കുകൾ നമ്പി അവളോട് തന്നെ പറയുന്നു. നീലിക്ക് ചിരി വന്നു. ജീവനില്ലാത്തവർക്ക് അത്യാഗ്രഹമില്ല നമ്പി, ആഗ്രഹം മാത്രം. എൻ്റെ ആഗ്രഹം നിന്റെ ജീവനാണ്, അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. നീ എന്നെ കൊന്നതിനേക്കാൾ ക്രൂരമായി ഞാൻ നിന്നെ കൊല്ലും. ആ പാലമരത്തിൻ്റെ ചുവട്ടിൽ വെച്ച്, തന്നെ കുഴിച്ചിട്ട അതേ മണ്ണിൽ വെച്ച് നീലി അയാളെ കടിച്ചു കീറി. അയാളുടെ നിലവിളി ആ കാടിൻ്റെ ഇരുട്ടിൽ അലിഞ്ഞില്ലാതെയായി. തൻ്റെ പ്രതികാരം നിറവേറ്റിയതോടെ നീലിയുടെ ദേഷ്യം തെല്ലൊന്നടങ്ങി. അവളെ പേടിച്ചൊളിച്ച കല്യങ്കാട്ടിലെ കാറ്റ് മെല്ലെ വീശിത്തുടങ്ങി. അത് നീലിയുടെ ആത്മാവിനെ തണുപ്പിച്ചു. പക്ഷേ പിറക്കാതെ പോയ തൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവിനെ തേടി ആ അമ്മ പിന്നീട് അലയാൻ തുടങ്ങി. ഒരു തെറ്റും ചെയ്യാത്ത തനിക്ക് ജീവിതത്തിലും മരണത്തിലും തടവറ സമ്മാനിച്ച ആൺവർഗത്തോട് അവൾക്ക് എന്തെന്നില്ലാത്ത പക വന്നു തുടങ്ങി. നീലി പിന്നെയും ആണുങ്ങളെ വേട്ടയാടാൻ തുടങ്ങി. അതവസാനിച്ചത് ഒരാളുടെ വരവോടെയാണ്. ആ മഹാമാന്ത്രികൻ അവിടെ എത്തി. കടമറ്റത്ത് കത്തന. അദ്ദേഹം നീലിയെ തളച്ചു. അങ്ങനെ ആ പാലമരം അവളുടെ കട്ടിലായി. അതിൻ്റെ ഇലകളുടെ മർമ്മരം അവൾക്ക് താരാട്ട് പാട്ടായി. നീലി അവിടെ ഉറങ്ങി. പക്ഷേ ഒരു കാര്യം അവൾക്ക് അപ്പോൾ അറിയില്ലായിരുന്നു. ഈ കഥ ഇവിടെ തീരുന്നില്ല എന്ന്. കാരണം ചത്തൊടുങ്ങിയ നമ്പി കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഈ കാട്ടിലേക്ക് വരും. വേറൊരു പേരായി, വേറൊരു മുഖവുമായി. അവൻ ഇപ്പോൾ ഈ കാട്ടിലുണ്ട്. രഘുരാമൻ എന്ന പേരിൽ. രഘുരാമൻ മലമുകളിൽ നിന്നും താഴെ ഗ്രാമത്തിലേക്ക് നോക്കി. അവിടെ അവൻ ചുവന്നു തിളങ്ങുന്ന 2 കൊച്ചു കണ്ണുകൾ കണ്ടു. വാ നീലി, പുതിയ വേഷത്തിൽ എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ കാത്തിരിക്കുന്നു. അവൻ ആ കള്ളിയങ്കാട്ടിൽ നീലിക്ക് വേണ്ടി കാത്തിരുന്നു. അതേസമയം നീലിയുടെയും നമ്പിയുടെയും 2ാം അംഗത്തിനായി കാത്തിരുന്നു മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. പണ്ട് മായാജാലം കാട്ടി നമ്പിയെ നീലിയുടെ അടുത്തെത്തിച്ച അതേ സന്യാസി, മായാരൂപി ചാത്തൻ.